കഴിഞ്ഞിട്ടാ പിന്നെയും പറഞ്ഞു അവിടേക്ക് തറക്കേണ്ട. ഗൈസ് ഒരാളുടെ ബ്ലഡ് എടുത്തിട്ട് പോയതാണ് ഇപ്പോൾ. നോക്കടാ ഇനി ബ്ലഡ് നിൽക്കണേ ഇല്ലണ്ടോ. വെക്കി. അയ്യോ ഞാൻ ഉള്ളത് പറയട്ടെ, നമ്മുടെ അവിടെ ബെറ്റർ ഈ കാര്യത്തിൽ കേട്ടോ. അതായത് സൂചി ഇവിടെ കുറച്ച് വലുതാണ്, പക്ഷെ ഉള്ളിൽ മാക്സിമം ചെറുതിട്ടിരിക്കുന്നു. പക്ഷെ ഇതിനെക്കാട് വലുതായിരുന്നു അല്ലേ. ചാക്ക് മറ്റേ ചാക്ക് തിന്നല്ല തുന്നുന്ന സൂചി ഇല്ല, അതുപോലെ സൂചി ചെറുതാണ്, പക്ഷെ താഴെയുള്ള കണ്ടെയ്നർ അത് വലുതും. സൂചിയും വലുതുണ്ട്. ഇവർ 2 കണ്ടെയ്നറൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ബ്ലഡ് മറ്റേ കൗണ്ട് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യണമല്ലോ. പക്ഷെ നല്ല വേദനയുണ്ട്. അവിടുത്തെ ഒന്നും ബെറ്റർ അല്ല, നമ്മുടെ അവിടുത്തെ നല്ല നെയ്സാണ്. ഇവിടെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടി. അതെ, അതും ഒഴിച്ച് ബാക്കി പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ CTG എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വന്നു. ഫസ്റ്റ് ഡോക്ടറും വന്നു, വേറെ ഡോക്ടറും വന്നു. ഡോക്ടർ വന്ന് നോക്കിയിട്ട് 4 മണിക്ക് CTG എടുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ 9 മണിക്ക് ഇവിടെ എത്താൻ പറഞ്ഞാണ്. പിന്നെ ഞങ്ങൾ എത്തിയത് 12:30-ക്കാണ്. സാഹചര്യങ്ങൾ വയസ്സ് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മാക്സിമം നമ്മൾ നോക്കുക ഇറങ്ങാൻ, പക്ഷെ പറ്റില്ല, ചില സമയത്ത് അങ്ങനെയാണ്. പിന്നെ ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ CTG എടുക്കണമല്ലോ. CTG എടുത്തിട്ട് നോക്കാം. ചിങ്കുവിന് വാക്ക് ചെയ്യാൻ പോകണം. വോക്ക് ചെയ്തിട്ട് CTG ആണല്ലോ. അപ്പോൾ നമുക്ക് പോവാം. 20 മിനിറ്റോളം വാക്ക് ചെയ്യണം. പോവാം. വന്നിട്ട് പോകാൻ പറ്റുള്ളൂ. ഗൈസ് CTGക്ക് ഇട്ടുട്ടോ. CTG ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയസ്സിനെ കിടത്തിക്കണം. ഇത് കൗണ്ട് ചെയ്യാനും. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് തന്നെ ആള് ചാവും. നമ്മുടെ കയ്യിലെടുത്തതിൻ്റെ നോക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പോയിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കണം ഗൈസ് അല്ലേ. ബ്ലഡ് എടുത്തതിൻ്റെ ബില്ലും കാര്യങ്ങളൊന്നും അടച്ചിട്ടുണ്ട്. ഇത് ഹീമോഗ്ലോബിൻ്റെയും anti-HIV ടെസ്റ്റാണ് ഈ ബ്ലഡ് എടുത്തത്. അപ്പം ഇനി അത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ എന്താണ് എപ്പോൾ വരും കുട്ടി അറിയില്ല. അതാലോചിക്കുമ്പോൾ ഒരു ഹാപ്പി ഉണ്ട്, പക്ഷെ എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ടെൻഷൻ. അപ്പോൾ നടക്കാൻ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 4 മണിയായി. അപ്പം എന്തായാലും CTG എടുത്തിട്ട് പിന്നെ നടക്കാമെന്ന് പോകാമെന്ന് വിചാരിക്കണമല്ലോ. അപ്പം എന്നാൽ ഞാൻ ഫസ്റ്റ് ബില്ല് അടച്ചിട്ട് വരാട്ടോ ഗൈസ്. വരാട്ടോ ഗൈസ്. ഞാൻ ബില്ല് അടച്ചിട്ട് വരുമ്പോൾ ഇവിടെ ഒരാൾക്ക് പെയിന് കുറച്ച് കൂടുതൽ വന്നല്ലോ. അപ്പം അതിൽ കണ്ടോ 9 അത് 70 സംതിങ് ഒക്കെ ആയി. പെയിന് നല്ല വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാമല്ലേ. ഓർമ്മ വരണ്ട. ഇല്ല, പേടിക്കൊന്നും വേണ്ട ഗൈസ്. പെയിന് കൂടി വരുന്നിട്ടാ. ഇപ്പോൾ 62 63 റേഞ്ചായി. 66. ബലം പിടിക്കണ്ട കേട്ടാ. ബലം പിടിക്കാൻ പാടില്ല കേട്ടാ. കുറയുണ്ട്. ബലം പിടിക്കണ്ട കേട്ടോ. പോയി 31 28 ഫുള്ളും ബാക്ക് പെയിനാണ് ചിങ്ങ സമയത്ത്. ഇപ്പം എനിക്ക് ഫുള്ളും ഫ്രണ്ടാണ്, ബാക്കിലില്ല. പക്ഷെ ബാക്ക് പെയിനും വരും പറയണു. വരണ്ട. കുറച്ച് പേരുണ്ട്. ഇല്ല 17 18 വന്നു 22 ഇല്ല വന്നില്ല. അത് പക്ഷേ അതപ്പോൾ ഉണ്ട് 25 അറിയുന്നില്ല. ചിലപ്പോൾ വരും. അപ്പം ഗൈസ് CTG ഒക്കെ എടുത്തതിന് പുറത്ത് നടക്കാൻ വന്നു. സംഭവം നടത്തുതണ്ട, താറാക്കുട്ടി നടക്കണ പോലെ. ഇവിടെ തൊട്ട് ഒരു ബിൽഡിംഗ് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ചിതണ്ട ചെരിവായിട്ടൊരു സ്ഥലമുണ്ട്. ഇവിടെയായിട്ട് വായിച്ച് പണി കൊടുത്തു. പെയിനൊക്കെ ഇപ്പോൾ കുറച്ച് ഇൻക്രീസായി വരുന്നുണ്ട് അല്ലേ. പിന്നെ ഇതും കൂടി ചെയ്ത് ഏകദേശം ഇതാവുമെന്ന് വിചാരിക്കണു. ഞാനും അപ്പം ഇത് കഴിയുമ്പോൾ വലിയ തടി കുറയും. ജെല്ല് ഞങ്ങൾ അന്വേഷിച്ചെത്തി. അപ്പോൾ തുടങ്ങിക്കോ ഗൈസ്. വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ഇവിടെ നിർത്തണില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിങ്കുടിൻ്റെ അതേ സ്വഭാവം കാണിക്കുന്നു ഗൈസ്. ചിങ്കുട് ഇതേപോലെ ഇരുന്നു കേട്ടാ. നടന്നോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് സ്പീഡ് വായിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് 2 ആളും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരും നല്ല സപ്പോർട്ടാണ്, കൂടെ തന്നെ നിൽക്കും നമ്മളുടെ.
അവർ നിന്നിട്ടായത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. കുഴപ്പമില്ല, റെസ്റ്റ് വേണമെങ്കിൽ റെസ്റ്റ് കൊടുക്കും. അങ്ങനെ അതായത് അവർ ഗൈഡ് ചെയ്യുന്ന കൂടെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും കുറച്ചുകൂടെ റിലാക്സ് ആയിരിക്കും. ഇപ്പോൾ നടന്ന് എന്തോ മാറിയില്ല, അപ്പം അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണം എന്തോ നടന്നത് ശരിയാവും. ഡെലിവറി ആവണല്ലേ അതുകൊണ്ട് ഒന്നും കാണിക്ക്. പ്രസവിക്കാൻ പോകണതാ ഇപ്പോഴാണ് ഈ ചിരിയെ കാണുള്ളൂ. ഇങ്ങനെ ആക്കി ഞാൻ കരയുമ്പോ എല്ലാരും കളിയാക്കും. അല്ല പക്ഷെ ഇപ്രാവശ്യം എന്തോ വായിച്ച് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. ഇത് എങ്ങനെയാണ് എന്താണ് ഞാൻ തന്നെ സഹിക്കണേ എന്നുള്ള ഒരു ഇതില് ആവശ്യം ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, മനസ്സിലാവില്ല. എന്താ തിലകനൊക്കെ വരുന്നു. എവിടെ പോട് പടിയിൽ പോട് ചേച്ചി. സ്പോർട്സ് ആരോട് അതാ ഓട്ടപ്പതി നടക്കുന്നുണ്ട്. ഞാൻ ശരിക്കും അന്നം വിട്ടിരിക്കുന്നു. ആഴ്ച ഇപ്രാവശ്യം ഭയങ്കര ഹാർഡ് വർക്ക്. എന്താണാവോ, കഴിഞ്ഞ പ്രാവശ്യം മൊത്തം തളർച്ചയായിരുന്നു. തന്നെ സിമ്പിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ റെസ്റ്റ് എടുക്കണേ റെസ്റ്റ് എടുത്ത് പറഞ്ഞിട്ട് റെസ്റ്റ് വേണ്ട വെച്ച്. യെസ്, പക്ഷെ നല്ല ടെൻഷൻ ഉണ്ട്, ആൾ കാണിക്കണ്ടെന്നുള്ളൂ. പക്ഷെ എന്നാലും കൈനീത്ത് വെച്ചിട്ട് കുറച്ചിപ്പോൾ ആക്റ്റീവ് കൂടുതലുണ്ട്. പെയിൻ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും വെച്ച് മാക്സിമം ചെയ്യേണ്ടതുണ്ട്. അതാ ഗൈസ് നെക്സ്റ്റ് എക്സസൈസ് ഇട്ടാ ഉള്ളു മൊത്തം പേടിയാണ്. ഉള്ളില് മൊത്തം പേടിയുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. ചെങ്കുടൂനെയൊക്കെ കാണാൻ തോന്നുന്നു. ചിങ്ങട് ഉറങ്ങിയിട്ട ഗൈസ്, ചിങ്ങട് റൂമിൽ കിടന്ന് ഉറങ്ങി. അമ്മയും അമ്മൂമ്മയും ഉണ്ട്. അപ്പോൾ ചിങ്ങുവിനെ കാണാൻ തോന്നുന്നു. സംഭവം ശരി തന്നെയാണ്. ഞങ്ങൾ പക്ഷെ മുമ്പിൽ പോയി പെടാണ്ടിരിക്കുന്നു. പെട്ടേനെ കുട്ടി കാര്യം അല്ലാണ്ട് നോർമലാണെങ്കിൽ ആളങ്ങനെ നിൽക്കും. വെറുതെ നമ്മൾ പോയിട്ട് കരയിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് എക്സസൈസ് കുറച്ചുകൂടെ കൂടി ചെയ്തിട്ട് ഇനിയിപ്പോൾ പോയിട്ട് 6 മണിക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യും. PV കാണലൊക്കെ ചെക്ക് ചെയ്തിട്ട് സെക്കൻഡ് ടാബ്ലറ്റ് ചിലപ്പോൾ വെക്കേണ്ടി വരുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ വാച്ചിക്ക് ഹെവി പെയിൻ വന്നില്ല. ഹെവി പെയിൻ വരുന്നുണ്ട്, പക്ഷേ കോൺട്രാക്ഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6 മണിക്ക് PV കാണൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ അടുത്തത് എന്താണെന്ന് അറിയുള്ളൂ കേട്ടോ ഗൈസ്. റൂമിലൊക്കെ പോയിട്ടില്ലേ, റെസ്റ്റും കാര്യമെല്ലാം കഴിഞ്ഞ് വാച്ച് ഡ്രസ്സും ചേഞ്ച് ചെയ്താൽ വന്നു. കണ്ടെഴുതി അത് ഓൾറെഡി ഉണ്ട്. സെറ്റ് ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. മറ്റേ ഡ്രസ്സ് വന്നിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കാലിലവിടെ കുറച്ച് ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രെച്ചിങ് ഉണ്ടല്ലോ. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. എന്നിട്ട് CTG മറുപടിയും CTG. പിന്നെ മുന്നത്തെയും വെച്ചിട്ട് പെയിൻ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ കുറച്ച് കൂടുതലാവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തന്നെ. ഇപ്പോൾ CTG ചെക്ക് ചെയ്തിട്ട് PV ചെക്ക് ചെയ്യാൻ തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത് എന്താണെന്ന് പറയുള്ളൂ. അപ്പം ഇനി കുറച്ച് നേരം വാവച്ചി ഇരിക്കട്ടെ. വാവച്ചിക്ക് ഇവിടെ വരുമ്പോഴാണ് കുറച്ച് മുഖം മാറ്റം. പുറത്ത് പോകുന്ന സമയത്ത് കുഴപ്പമില്ലല്ലോ. വേദന അതവിടെ കൂടുന്നുണ്ടായി. 39 നല്ല 40. അത് വരുന്ന സമയത്ത് മുഖം മാറുന്നുണ്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യൂ. ഞാൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ബ്രീത്ത് ഔട്ട് നേരെ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഇത്ര നേരം കളിച്ച് നടന്ന് ലാസ്റ്റ് എങ്ങനെയാണ് ഞാൻ ആ അവസ്ഥയിലെത്തും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കളിച്ച് അപ്പുറത്ത് വായിച്ച് TV ചെക്ക് അപ്പം ഞാൻ ഇപ്പുറത്ത് വന്നിരുന്നു. ചിലപ്പോൾ അവിടെ പറയുന്നത് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കേൾക്കാൻ ചാൻസ്. കാരണം ഒരു മൈക്ക് വാച്ചിൻ്റെ അടുത്താണ് TV ചെക്കിന്. ചിലപ്പോൾ സൗണ്ട് കേട്ടാൽ കേൾക്കും. கொஞ்சம் இது பண்ணிட்டீங்கன்னா வேலை கடியா ஒரே நிமிஷத்துல முடிஞ்சிடும். PV ചെക്ക് ചെയ്ത് പോയിട്ടാ. അപ്പോൾ ആ ചെടിയിൽ നല്ല കത്തലായിരുന്നു. ഞാൻ അപ്പുറത്തുനിന്ന് കേട്ടു. നല്ല പെയിൻ ഉണ്ട് ഗൈസ്. അതായത് ഇതിൻ്റെ പെയിനല്ല, PV ചെക്ക് ചെയ്യുമ്പോൾ ആകെ 1 സെന്റിമീറ്ററാണ് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളൂ ഗൈസ്. ടാബ്ലറ്റ് വെച്ചിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ പറഞ്ഞു, ഇപ്പോൾ വയ്ക്കുമോ വെക്കാൻ പറഞ്ഞു.
മറ്റേത് ഗുളികയല്ല വേറെന്തോ. വേറെന്തോ പറഞ്ഞു, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ചിങ്ങടു ഇതേപോലെ ചിങ്ങടുട്ട എന്താണ് വരാൻ വേണ്ടി കുറേ സമയം എടുത്തു. നമ്മളൊക്കെ കാണില്ല, ഇപ്പോഴൊന്നും കാണിച്ചിരുന്നു. പക്ഷെ ചിങ്ങടും ഇതിനെ വെച്ച് കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റ് ആണോ കേട്ടോ. ഉണ്ടായിരുന്ന ഇത് ലേറ്റ് വേദന തന്നെ വരുന്നുള്ളൂ. വരും നോക്കാം. ചിങ്ങുവിന് വേദന വന്നിട്ട് അങ്ങനെ നിന്നു അല്ലേ, കണ്ടിന്യൂ. ആ ചിങ്ങുവിന് വേദന വന്നു, പക്ഷെ ആ വേദനയിൽ നിന്ന് ഒരു മാറ്റമില്ല. വാവച്ചിക്കാണ് ഇപ്പോൾ വേദന കുറവാണ്, അധികം വരുന്നില്ല. മരുന്ന് വെച്ചതിൻ്റെ ഡോസ് കഴിഞ്ഞ് പോയി തോന്നുന്നു അല്ലേ. അറിയില്ല. ഇപ്പം നോക്കാം ഇനിയിപ്പോൾ എന്താണ് അവർ പറയുന്നത് നോക്കാം.